നീറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വന്നിരിക്കുകയാണ്. നമ്മൾ കാത്തിരുന്ന നീറ്റ് റിസൾട്ട് സബ്മിഷൻ വന്നിരിക്കുകയാണ് മക്കളെ. എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. ഇത് നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കേരള എൻട്രൻസ് കമ്മീഷന് തയ്യാറാക്കുന്ന കേരളത്തിന്റെ റാങ്ക് ലിസ്റ്റിൽ ഒരിക്കലും നമ്മൾ ഉൾപ്പെടില്ല. നമുക്ക് കേരള അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോലും പറ്റില്ല. അപ്പൊ അത്രയ്ക്കും മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ ചെയ്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സോ ഇപ്പോൾ വന്നിരിക്കുന്നത് കേരള മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട് നീറ്റിന്റെ റിസൾട്ട് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള അവസരമാണ്. അതായത് നിലവിൽ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ റാങ്ക് ആണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. ഈ ഓൾ ഇന്ത്യ റാങ്കിന്റെ ബേസിലായിരിക്കും ഓൾ ഇന്ത്യ തലത്തിലുള്ള എല്ലാ അലോട്ട്മെന്റ് പ്രോസസ്സും നടക്കുക. അതായത് എയിംസ് കോളേജുകളിലേക്ക്, ജിപ്മർ ക്യാമ്പസുകളിലേക്ക്, ഓൾ ഇന്ത്യ കോട്ട സീറ്റുകളിലേക്ക്, അതായത് കേരളം ഉൾപ്പെടെയുള്ള നിരവധി സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളുടെ 15% സീറ്റുകൾ ഈ ഓൾ ഇന്ത്യ സ്കോറിന്റെയും ഈ ഓൾ ഇന്ത്യ റാങ്കിന്റെയും ബേസിലായിരിക്കും. എന്നാൽ കേരളത്തിലേക്കുള്ള വിവിധ കോഴ്സുകൾ അവർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. MBBS ഉണ്ട്, BDS ഉണ്ട്, ദെൻ കൂടാതെ ആയുർവേദം, ഹോമിയോപ്പതി, സിദ്ധ, യുനാനി, വെറ്റിനറി, BSc ഫിഷറീസ്, BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, BSc ഓണേഴ്സ് അഗ്രികൾച്ചർ ബിസിനസ് മാനേജ്മെന്റ്, BSc ഓണേഴ്സ് ഹോർട്ടിക്കൾച്ചർ, BSc MSc ഇന്റഗ്രേറ്റഡ് ബയോളജി ഓർ മൈക്രോബയോളജി, BSc ഓണേഴ്സ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവറോൺമെന്റൽ സയൻസ്, BTech ബയോടെക്നോളജി തുടങ്ങിയ നിരവധി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെന്റ് പ്രോസസ്സ് നടക്കുന്നത് കേരളത്തിന്റെ ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ ബേസിലായിരിക്കും. വെറ്റിനറിക്കൊക്കെ അല്ലാതെയും ഉണ്ട്. ഓക്കെ, കേരളത്തിന്റെ അലോട്ട്മെന്റ് പ്രോസസ്സിൽ പങ്കെടുക്കണമെങ്കിൽ ഈ കോഴ്സുകളിലേക്കെല്ലാം, ഇതുകൂടാതെ MBBS-ഉം BDS-ഉം ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കോഴ്സുകളും ഇതിന്റെ ഒരു അണ്ടറിലായിരിക്കും വരിക. അപ്പൊ കേരള റാങ്കിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇവിടേക്കുള്ള അലോട്ട്മെന്റ് പ്രോസസ്സ് നടക്കുക. ഏതാണ് നിങ്ങൾക്ക് കിട്ടുന്ന കേരള റാങ്ക്? നിലവിൽ നമ്മുടെ ഈ കേരള റാങ്ക് ഇല്ല. കാരണം നീറ്റിന്റെ റിസൾട്ട് നമ്മൾ സിയുടെ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും കേരള റാങ്ക് വരിക. അതിനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞുതരാം. വ്യക്തമായിട്ട് കൃത്യമായിട്ട് കേട്ടോളൂ മക്കളെ. ഇപ്പോ സിയുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.ce.kerala.gov. എന്നുള്ള വെബ്സൈറ്റിലേക്ക് നിങ്ങൾ കയറുക. അവിടെ കീം 2026 കാൻഡിഡേറ്റ് പോർട്ടൽ ഉണ്ടാവും, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും നിങ്ങളുടെ പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഹോം പേജിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ഇവിടെ നീറ്റ് റിസൾട്ട് സബ്മിഷൻ എന്നൊരു മെനു കാണും. അതിപ്പോൾ ആക്റ്റീവ് ആയിട്ടുണ്ട്. നീറ്റ് റിസൾട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നിങ്ങളുടെ നീറ്റിൻ്റെ റോൾ നമ്പർ, നീറ്റിന്റെ അപ്ലിക്കേഷൻ നമ്പർ, ദെൻ 2000 നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകുക. ഈ വർഷത്തെയാണ് 2026 നിങ്ങൾ എഴുതിയ നീറ്റിന്റെ അപ്ലിക്കേഷൻ നമ്പർ, അതേപോലെ രജിസ്റ്റർ നമ്പർ മീൻസ് റോൾ നമ്പർ, ഇക്കാര്യങ്ങളൊക്കെ കൊടുക്കുക. ആൻഡ് അതിനുശേഷം അവിടെ നീറ്റിന്റെ സ്കോർ കാർഡ് കാണും. അത് വെരിഫൈ ചെയ്യണം. എന്തൊക്കെയാണ് പ്രൊസീജിയർ? കീമിന്റെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറുക. NDAയുടെ വെബ്സൈറ്റ് അല്ല, സിയുടെ വെബ്സൈറ്റ് ആണ്. അപ്പോൾ അതിലേക്ക് കയറുക. അവിടെ കീം 2026 കാൻഡിഡേറ്റ് പോർട്ടലിൽ നീറ്റ് റിസൾട്ട് സബ്മിഷൻ കാണും. അവിടെ നിങ്ങളുടെ നീറ്റിന്റെ സ്കോർ കാർഡ് കാണും. അതിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ പാരൻസിന്റെ പേര്, നിങ്ങളുടെ പെർസെൻറ്റൈൽ സ്കോർ, നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക്, നിങ്ങളുടെ റിസൾട്ട്, ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു സ്ക്രീനിൽ കാണാൻ സാധിക്കും. അത് വെരിഫൈ ചെയ്യുക. എല്ലാം കറക്റ്റ് ആണെങ്കിൽ, എല്ലാം ശരിയാണെങ്കിൽ, എല്ലാം വായിച്ചു നോക്കിയിട്ട് കറക്റ്റ് ഡേറ്റയാണ് നൽകിയിരിക്കുന്നതെങ്കിൽ വെരിഫൈഡ് ആൻഡ് സബ്മിറ്റ് കൊടുക്കുക. ഇപ്പം നിങ്ങളായിട്ട് നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്കോ സ്കോറോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ആ സ്ക്രീനിൽ കാണും. അതിൻ്റെ വെരിഫിക്കേഷൻ ആണ് നിങ്ങൾ നടത്തേണ്ടത്. ആ ഡേറ്റ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വെരിഫൈഡ് ആൻഡ് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടിയാണ് ഇത് കംപ്ലീറ്റ് ആവുക. അത് മാത്രമല്ല, അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഒന്ന് എടുത്ത് വെച്ചേക്കുക കേട്ടോ. നീറ്റ് റിസൾട്ട് സബ്മിഷൻ റിപ്പോർട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചേക്കുക. നമ്മൾ കൊടുത്തു എന്ന് നമുക്ക് തന്നെ ഉറപ്പ് വരുന്ന ഒരു കാര്യമാണ്. സോ നിങ്ങൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിശ്ചിത സമയത്തിനുള്ളിൽ പരീക്ഷാഫലം പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് ഓൺലൈനായിട്ട് സമർപ്പിക്കാത്ത അപേക്ഷകരെ 2026 മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റിൽ പരിഗണിക്കുന്നതല്ല. അതുകൊണ്ട് ഏറ്റവും മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഓഗസ്റ്റ് 10 ഉച്ചയ്ക്ക് 12 മണി വരെ ഇതിനുള്ള ടൈമുണ്ട്. അപ്പോൾ ഓഗസ്റ്റ് 10 ലാസ്റ്റ് ഡേറ്റ്. ഓഗസ്റ്റ് 10 ഉച്ചയ്ക്ക് 12 മണി വരെ മാത്രമാണ് റിസൾട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ടൈം. ആൻഡ് വെബ്സൈറ്റ് ഒന്നുകൂടെ പറയുന്നത് www.ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ആണ്. ഏറ്റവും വേഗത്തിൽ തന്നെ കൃത്യമായി ഡേറ്റ ചെക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യാം മക്കളെ. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.